മനഃപ്രേക്ഷകർക്കും സ്വാഗതം കോഫി പാർട്ട്ണറിലേക്ക്. ഞാൻ ശ്രീവിദ്യ. ഇന്ന് നമ്മോടൊപ്പം ജിത്തിനുണ്ട്. ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റുഡൻസും ആ ഒരു ഓൺലൈൻ മോഡിലാണ് അവരുടെ സ്റ്റഡീസ് നടക്കുന്നതല്ലേ. അതായത് മെയിൻലി അവർ ഇപ്പോൾ ഇതിനു മുമ്പ് ഓഫ്ലൈനിലായിരുന്നു അവരുടെ കോൺസെൻട്രേഷൻ, പക്ഷെ ഇപ്പോൾ അത് ഓൺലൈനായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കാണുന്ന ഓഡിയൻസിൽ നമ്മുടെ പാരന്റ്സ് കാണും, സ്റ്റുഡൻസ് കാണും. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ പറയാം. നിങ്ങൾക്ക് ഓൺലൈൻ മോഡ്, ഈ ഒരു മോഡ് തന്നെ കണ്ടിന്യൂ ചെയ്യണോ, അതല്ല ഇപ്പോൾ സ്കൂൾസ് ഇപ്പോൾ 10th 12th കോളേജസ് ഒക്കെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് വരാണ്. അപ്പൊ നിങ്ങളുടെ പ്രിഫറൻസ് എന്താണ്, ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നുള്ളത് നിങ്ങൾ അറിയിക്കുക, അല്ലേ ജിതൻ? അതെ, വാട്സാപ്പിനകത്ത് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നമുക്ക് വിളിക്കാം, നമ്മുടെ അടുത്ത് സംസാരിക്കാം. വാട്സാപ്പ് ചെയ്യേണ്ട നമ്പരും വിളിക്കേണ്ട നമ്പരും ടിവിയിൽ കാണുന്നുണ്ട്. അപ്പം അതിലൂടെ നമുക്ക് മെസ്സേജ് അയച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് നമുക്ക് കൺവേ ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ പ്രിഫറൻസസ് പറയാവുന്നതാണ്. അതുപോലെ തന്നെ വാട്സാപ്പിൽ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ജിത്തിൻ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വേൾഡിൽ തന്നെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കൺട്രി ഏതാന്നുള്ളത് നിങ്ങൾ വാട്സാപ്പിൽ ചറപറന്നുള്ള ആൻസേഴ്സ്. അതുപോലെ തന്നെ മെസ്സേജ് അയക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, പേര്, സ്ഥലം, ആൻസർ, അങ്ങനെ ആ ഒരു ഫോമാറ്റിൽ വേണം നിങ്ങൾ ആൻസർ അയക്കാൻ. അതിൽ അങ്ങനെ ആൻസർ ചെയ്യുന്ന ആദ്യത്തെ വ്യക്തിക്കായിരിക്കും നമ്മൾ ബൾബ് സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത്. പക്ഷെ ഇത് അറിയാനായിട്ട് നിങ്ങൾ ലാസ്റ്റ് വരെ ഷോ കാണണം. അതെ, അവസാനമായിരിക്കും നമ്മൾ ആരാണെന്നുള്ളത് അവരെ നമ്മൾ എടുത്ത് വിളിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. എക്സാക്ട്ലി, അതെ. പിന്നെ റീസെന്റ് ആയിട്ട് നമ്മളുടെ സ്വന്തം എന്താ പറയാ നൈറ്റിംഗേൾ എന്ന് അറിയപ്പെടുന്ന നമ്മുടെ സ്വകാര്യ അഹങ്കാരം, അതാണ് പത്മഭൂഷൺ കിട്ടിയായിരുന്നു. അപ്പൊ ഇതിനെ കുറിച്ച് ജിത്തിൻ മ്യൂസിക് ലവർ ആണോ? ഞാൻ മ്യൂസിക് ലവർ ആണ്, ഒരുപാട് പാട്ട് കേൾക്കാറുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് ജിത്തിൻ എന്താണ് പറയാനുള്ളത്? നമുക്കറിയാം, നമ്മുടെ KS ചിത്രൻ, നമ്മുടെ സ്വകാര്യ അഹങ്കാരം, നമ്മുടെ കേരളത്തിന്റെ വാനമ്പാടി, നമ്മുടെ ചിത്ര ചേച്ചിക്ക് ഇപ്പം പത്മഭൂഷൺ കിട്ടി. അതുപോലെ തന്നെ കൈതപ്രൻ സാറിനും പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ആദരിച്ചിട്ടുണ്ട്. അപ്പം ഇവരുടെയൊക്കെ മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന മ്യൂസിക് ആണല്ലോ, നമ്മൾ കേട്ടിരുന്നു അങ്ങനെ ലയിച്ചിരുന്നു പോകുന്ന ടൈപ്പ് മ്യൂസിക് ഒക്കെയാണ്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെ എന്തായിരിക്കും നമുക്ക് ആലോചിക്കാൻ കൂടി പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ചിത്ര ചേച്ചിക്ക് 2005 നോക്കുകയാണെങ്കിൽ പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. ഫിലിംഫെയർ അവാർഡ്സ് 8 ഫിലിംഫെയർ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിത്ര ചേച്ചി ഒട്ടനവധി ലാംഗ്വേജസിൽ, ഇന്ത്യൻ ആയാലും പുറത്തുള്ള ലാംഗ്വേജസിലായാലും പാടിയിട്ടുണ്ട്. 25,000-ലധികം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ സ്വന്തം അഭിമാനം, എനിക്ക് ആലോചിക്കാൻ കൂടി പ്രൗഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക നൈറ്റിംഗേൾ, അത്ര സ്വീറ്റ് വോയിസ് ആണ്. എക്സാക്ട്ലി, അതെ. അപ്പോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കോളർ റെഡിയാണ്. ആരാന്ന് നോക്കാവോ? ഹലോ, വെൽക്കം ടു കോഫി പാർട്ട്ണർ. ഇത് ആരാ സംസാരിക്കുന്നേ? മീനാക്ഷി. എവിടെന്നാ വിളിക്കുന്നേ? കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർന്ന് മീനാക്ഷി അല്ലേ? മീനാക്ഷി എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 6ാം ക്ലാസ്സിലല്ലേ? ഓൺലൈൻ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? ആണല്ലേ? അതെന്താണ് ഒരു ക്ഷീണം മീനാക്ഷി? ഇഷ്ടപ്പെടുന്നില്ലേ? സ്കൂളിൽ പോണെന്നാണ് മീനാക്ഷിയുടെ അഭിപ്രായം. ഫ്രണ്ട്സിനൊക്കെ മിസ് ചെയ്യുന്നുണ്ടല്ലേ കാര്യമായിട്ട്? മീനാക്ഷി നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആണോ? എന്തെങ്കിലും പ്രൊഫൈൽ ഉണ്ടോ? ഈ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത് ചോദിക്കാൻ കാരണം ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് വരെ എല്ലാ സോഷ്യൽ മീഡിയ ഉള്ള എല്ലാം ഉണ്ട്. അപ്പം പ്രൊഫൈൽ ഉണ്ടോ ഫേസ്ബുക്കില്? ഇല്ല. അയ്യോ, കൊച്ചു കുട്ടിയാ, നല്ല കുട്ടിയാ. അമ്മയുടെ വഴക്കുണ്ടാക്കുവോ ഫേസ്ബുക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്? ചോദിക്കാൻ അങ്ങോട്ട് വിചാരിച്ചു മീനാക്ഷിക്ക്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നില്ല. ഓക്കെ മീനാക്ഷി, അപ്പൊ മീനാക്ഷി അടുത്ത് എന്ത് കുസൃതി ചോദ്യം വേണോ? എന്ത് വേണം? എങ്ങനത്തെ ക്വസ്റ്റ്യൻ വേണം മീനാക്ഷി? കുട്ടികളൊക്കെ കുസൃതി ചോദ്യം എന്തെങ്കിലും GK ക്വസ്റ്റ്യൻസ്, സിനിമ എന്താ? അപ്പൊ ഞാൻ ചോദിക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ മീനാക്ഷി, അതായത് ഒരു മൂലയിൽ ഒട്ടിയിരിക്കും എന്നാൽ ലോകം മുഴുവൻ സഞ്ചരിക്കും, ഏതാ അത്? മീനാക്ഷി ആലോചിച്ച്. ഒരു മൂലയിൽ ഒട്ടിയിരിക്കും, പെട്ടെന്ന് ആൻസർ പറയണം. അപ്പോഴേ നമുക്ക് ക്ലൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കൂളിലൊക്കെ ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന കോമ്പറ്റീഷനിലൊക്കെ ഒരുപാട് ഈ ഒരു ഇത് വരും, ഈ ഒരു കോണ്ടെക്സ്റ്റ് വരും. നമ്മൾ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എന്റെ വീട്ടിലൊക്കെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. എനിക്ക് ആൻസർ മാത്രമേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. S വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അറിയത്തില്ലെങ്കിൽ നമുക്ക് ജിത്തിനോട് ആൻസർ ചോദിക്കാം. എന്തു പറയുന്നു മീനാക്ഷി? കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു മീനാക്ഷിക്ക് ഇത് അറിയത്തില്ല എന്ന് തോന്നുന്നു. സാരമില്ല. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് മീനാക്ഷി. അപ്പൊ നമ്മൾ KCVയിൽ തന്നെ നമ്മുടെ ഇവന്റിൽ തന്നെ നമ്മുടെ SPB സാറും അതുപോലെ തന്നെ ചിത്ര ചേച്ചിയും പാടിയ ഒരു കിടിലം സോങ് നമുക്ക് ആ സോങ്
കണ്ടിട്ട് വരാം. അതുപോലെ തന്നെ ഇതിന്റെ ആൻസറും പറയണം. അജിത്തിന് എന്താണെന്ന് അറിയോ ആൻസർ? ഇതിന്റെ ഇല്ല, സോങ് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഇതിന്റെ ആൻസർ വന്നിട്ട് സ്റ്റാമ്പ് ആണ്. സ്റ്റാമ്പ് ആണ്, അതെനിക്കറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു സോങ് കണ്ടിട്ട് തിരിച്ചു വരാം. ഹലോ, വെൽക്കം ബാക്ക് ടു കോഫി പാർട്ട്ണർ. ചിത്ര ചേച്ചിയും SBB സാറും ചേർന്ന് ആലപിച്ച മനോഹരമായ ഒരു ഗാനമാണ് നമ്മളിപ്പോ കേട്ടത്.
ചിത്രചേച്ചിക്കും SBB സാറിനും ഇപ്പം അവാർഡ് കിട്ടിയതുകൊണ്ടാണ് നമ്മുടെ ACV ചാനലിൽ സംപ്രേഷണം ചെയ്ത പ്രോഗ്രാം ആയിരുന്നു ഇപ്പൊ നമ്മൾ കണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ പ്ലേ ചെയ്തത് അനശ്വരം എന്ന മൂവിയിലെ. അനശ്വരം എന്ന മൂവിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് കോളറായി മീനാക്ഷി കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാമ്പ് എന്ന്. അത് നമ്മൾ കേൾക്കുകയും ചെയ്തു. സോ ഓൾറെഡി മീനാക്ഷിയുടെ പേര് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്, മീനാക്ഷിയുടെ പേര് നമ്മൾ ഇടുന്നുണ്ട് അല്ലേ? അതെ. നമുക്ക് ഇനി കുറച്ച് വാട്സ്ആപ്പ് മെസ്സേജസ് വായിച്ചാലോ? കുറെ മെസ്സേജ് ഇങ്ങനെ ചറപറ എന്ന് വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ മൈ നെയിം ഈസ് ലയ ജ്യോതി ആൻഡ് പാലക്കാട് നിന്ന് ലയ ജ്യോതി ഒരു ഹായ് തരുമോ എന്ന് പറഞ്ഞിട്ട്. ഹായ് ലയ, പ്രോഗ്രാം ഈസ് റിയലി ഗുഡ്, നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്, ഇനിയും കാണണം കേട്ടോ. പിന്നെ ഞാൻ ഇക്ബാൽ, പാലക്കാട് നിന്ന് ഇക്ബാൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഇക്ബാൽ. പിന്നെ ഹായ് ജിതിൻ ചേട്ട ആൻഡ് ശ്രീവിദ്യ ചേച്ചി, പ്രോഗ്രാം ഈസ് വണ്ടർഫുൾ, മൈ നെയിം ഈസ് സായി പൂജ. സായി പൂജ നമ്മുടെ സ്ഥിരം ആളാണ്. അതുപോലെ തന്നെ നമ്മൾ ചോദിച്ച ക്വസ്റ്റിന് നിങ്ങൾ ആൻസർ പറയണം. നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് വളരെ എന്താ പറയാ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ വാട്സ്ആപ്പിൽ ടെക്സ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു എന്താ പറയാ ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ഏതാന്നുള്ളത് പറയാം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് കോളർ റെഡിയാണ്, നമുക്ക് ആരാ നോക്കാം. ഹലോ, വെൽക്കം ടു കോഫി പാർട്ണർ. ഇത് ആരാ സംസാരിക്കുന്നേ? സിനി. എവിടെന്നാ വിളിക്കുന്നേ? എന്ത് ചെയ്യുന്നു സിനി? സിനി പ്ലസ് ടുവിന് പഠിക്കാണ് അല്ലേ? അപ്പൊ സിനി അടുത്തൊരു കിടിലം ക്വസ്റ്റ്യൻ ചോദിച്ചേ ചേതൻ. സിമി ഓക്കെ. സിമി അടുത്ത് ഞാൻ ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ചോദിക്കാം. വിച്ച് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ എർത്ത്? നമ്മുടെ എർത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഏതാണ്? അതെ, ഡയമണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ് സിമി. അപ്പൊ നമ്മൾ പേര് ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ നമ്മളെ ഷോ ലാസ്റ്റ് വരെ കാണാം. വിന്നർ ആണോ നമുക്ക് അറിയാൻ പറ്റും. പോളിക്യാബ് LED ബൾബ് സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ. പ്രോഗ്രാമിന്റെ അവസാനം വരെ കാണാം കേട്ടോ, ഗിഫ്റ്റ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് വാട്സ്ആപ്പ് മെസ്സേജസ് ഒക്കെ വായിക്കാം. വാട്സ്ആപ്പ് മെസ്സേജസ് വായിക്കാം. ഹായ് വിനീത എന്ന് പറയുന്ന ഒരാൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സ്ഥലം എഴുതിയിട്ടില്ല. എന്താണ് വിനീത? ഒന്നും പറഞ്ഞില്ല. വിനീത ജസ്റ്റ് ഹായ് അയച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ അജയ് അപ്പു, മണക്കാട് നിന്ന് അജയ് അപ്പു മെസ്സേജ്. നമ്മുടെ ഉത്തരത്തിന്, നമ്മുടെ ഇപ്പം ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം നമുക്ക് മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ഹാപ്പിയസ്റ്റ് കൺട്രി റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ വാട്സ്ആപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കും. നമ്മൾ ഓൾറെഡി ഷോയുടെ ഇൻട്രോയിൽ തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് ദ ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ വാട്സ്ആപ്പിൽ ചെയ്യാം. നിങ്ങൾ വാട്സ്ആപ്പിൽ ഇത് വേണം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിന്റെ ആൻസർ വേണം നിങ്ങൾ തരാനായിട്ട്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് കോളർ റെഡിയാണ്, നമുക്ക് ആരാ നോക്കാം. ഹലോ, വെൽക്കം ടു കോഫി പാർട്ണർ. ഇത് ആരാ സംസാരിക്കുന്നേ? മീനു. എവിടെന്നാ വിളിക്കുന്നേ? പാലക്കാട്. മീനു എന്ത് ചെയ്യുന്നു? 6ാം ക്ലാസ്സിൽ പഠിക്കാ. മീനു ഓക്കെ. മീനുവിന് സിനിമയ്ക്കകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് വേണോ, അതോ ജനറൽ നോളജ് വേണോ, അതോ കുസൃതി ചോദ്യം വേണോ, എന്ത് വേണം? മീനുവിന്റെ അടുത്ത് നമുക്ക് ഒരു കുസൃതി ചോദ്യം ചോദിക്കാം അല്ലേ? നമ്മുടെ ശ്രീവിദ്യ ഒരു കുസൃതി. കണ്ടാൽ സുന്ദരി, ഇടുമ്പോൾ ഫിറ്റ്, ഇട്ടു കഴിഞ്ഞാൽ ലൂസ്. ഈസിയാണ് മീനു ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. സ്പീഡായിട്ട് ആൻസർ പറയണം കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറഞ്ഞു. ഓപ്ഷൻ വന്നിട്ട് നമ്മള് ഗേൾസിന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ മാലയും കമ്മലും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഈസിയാണ് മീനു. മാല, കമ്മൽ, വേറെ ഇനി എന്താ ഉള്ളത് പറഞ്ഞേ. നമ്മൾ ഗേൾസിന് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കണ്ടാൽ സുന്ദരി, ഇടുമ്പോൾ ഫിറ്റ്, ഇട്ടു കഴിഞ്ഞാൽ ലൂസ്. പെട്ടെന്ന് പറയണം. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് വെക്കണോ? 5 4 3 2. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. കൺഗ്രാറ്റ്സ് മീനു. നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. പോളിക്യാബ് LED ബൾബ് എന്താ പറയാ ഗിഫ്റ്റ് അറിയാൻ പറ്റും അല്ലേ? ലാസ്റ്റ് വരെ മീനുകുട്ടി പ്രോഗ്രാം കാണുക കേട്ടോ. അതുപോലെ തന്നെ ഞാനൊരു വാട്സ്ആപ്പ് മെസ്സേജ് വായിക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ആണ്. ഹായ്, ഞാൻ അനൂപ്. എന്റെ ലവർ ഭാഗ്യക്ക് ഒരു ഹായ് പറയാമോ? അപ്പം ഈ ഹാപ്പി കപ്പിളിന് നമ്മുടെ വക ഒരു ഭാഗ്യ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ടെക്സ്റ്റിംഗ്. നിങ്ങളുടെ ആൻസർ അയക്കാൻ നിങ്ങൾ മറക്കാൻ പാടില്ല. നമ്മുടെ വാട്സ്ആപ്പിനുള്ള ആൻസർ നിങ്ങൾ അയക്കാം. ആൻസേഴ്സ് ഒക്കെ എനിക്ക് വരുന്നുണ്ട്. ആരാണ് ആ ഭാഗ്യവാനായിട്ടുള്ള ആൻസർ? ഭാഗ്യവതി ആർക്കാന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അവരാരാണെന്ന് അറിയാൻ വേണ്ടിട്ട് പ്രോഗ്രാമിന്റെ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. നമ്മൾ വിളിക്കും അങ്ങോട്ട്. അതാണ്. അപ്പൊ നമുക്ക് ചിത്ര ചേച്ചിയുടെ വൈശാലി എന്ന മൂവിയിൽ വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു സോങ് കണ്ടിട്ട് തിരിച്ചു വരാം.
ni sa ri ma ri sa ri ri ma pa ni pa ma ri ma pa ni pa ma pa ma pa ni sa ni pa ma pa ni sa ni ri sa ni sa. പുഷ്പം ചൂടി നിൽക്കും രാത്രി വെൽക്കം ബാക്ക് ടു കോഫി പാർട്ട്ണർ. നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡിയാണ്, നമുക്ക് ആരാ നോക്കാം. ഹലോ, വെൽക്കം ടു കോഫി പാർട്ട്ണർ. ഇതാരാ സംസാരിക്കുന്നത്? ഞാൻ ഇക്ബാൽ പാലക്കാട്. ഒരു പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇക്ബാൽ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? നന്നായി പോകുന്നു, കുഴപ്പമൊന്നുമില്ല. അവിടെ ഇടയ്ക്കിടയ്ക്ക് ആങ്കർ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ? ഡെയിലി മാറുന്നുണ്ടോ? അതെ അതെ, നമ്മൾ ഒരുപാട് ആങ്കേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്കൊരു ഇത് വേണ്ട, ഒരു ഡിഫറൻസ് വേണ്ട. പുതിയ മുഖങ്ങളെയൊക്കെ അതാണ്, ഓഡിയൻസിന് ഒരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാ വേണ്ടത്. അതെ അതെ, കറക്റ്റാ. അപ്പൊ ഇക്ബാലിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, റെഡിയാണോ? വളരെ വളരെ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ആയിട്ട് ഭയങ്കര കോമഡിക്കാരനാണ്. ഞാൻ വിചാരിച്ചു വളരെ വളരെ ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട്, കുഴപ്പമില്ല. ഓക്കെ, ലാർജസ്റ്റ് ലിവിംഗ് ആനിമൽ ഇൻ ദ വേൾഡ് ഏതാ? ലാർജസ്റ്റ് ലിവിംഗ് ആനിമൽ ഇൻ ദ വേൾഡ്. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആനിമൽ ഏതാണെന്ന്? അതെ, ഇത് ഇടയ്ക്ക് ഭയങ്കര കോൺട്രവേഴ്സ്, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇടയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് ടോപ്പിക് ആയിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു 2 years ബാക്ക് ഈ ഒരു ഗെയിമിന്റെ ഫോർമാറ്റിൽ ഇത് വന്നായിരുന്നു. ഇത് എന്റെ സൈഡിൽ നിന്നുള്ള ഒരു ക്ലൂ ആണ്. എന്തെങ്കിലും ഒരു ഓപ്ഷനോ ക്ലൂ എന്തെങ്കിലും തരാൻ പറ്റുമോ? അതാ ഞാൻ ഇപ്പൊ ഒരു ക്ലൂ ആണ് തന്നത്. ഇവിടെ ജീത്തിന് ആൻസർ പറഞ്ഞു കഴിഞ്ഞു പതുക്കെ. ഇതൊരു ഗെയിമിന്റെ പേരിൽ വന്നായിരുന്നു ഇക്ബാൽ. ഒരു 2 years ബാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വെള്ളത്തിലാണ് ഈ ജീവി ഉള്ളത്. ഒരു ഗെയിമിന്റെ പേരിൽ വന്നായിരുന്നു. അത് വളരെ ഫേമസ് ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഡോൾഫിൻ അല്ല. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇക്ബാൽ. ആണോ? ഓക്കെ, അപ്പൊ നമ്മളുടെ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ഇക്ബാൽ. അതാണ്. അപ്പൊ നമ്മളുടെ നെക്സ്റ്റ് കോളർ റെഡിയാണ്, നമുക്ക് ആരാ നോക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് കോളറിനോട്. ഓക്കെ, അപ്പൊ എനിക്ക് വാട്സ്ആപ്പ് മെസ്സേജസ് ഞാൻ കുറച്ച് വാട്സ്ആപ്പ് മെസ്സേജ് വായിക്കാം. നമുക്ക് ഒരുപാട് വാട്സ്ആപ്പ് മെസ്സേജ് വരുന്നുണ്ടോ. ഈ മെസ്സേജ് ശ്രീവിദ്യക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് ആണ്. നമ്മുടെ ടെക്സാസ് US അങ്ങ് അമേരിക്കയിൽ നിന്ന് വരെ വരുൺ എന്ന വ്യക്തി ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ശ്രീവിദ്യ മാഡം ഈസ് മൈ സൂപ്പർ സ്റ്റാർ എന്നാണ് മെസ്സേജ്. ഇതിലും വലുതായിട്ടുള്ള എന്ത് വേണം? സൂപ്പർ സ്റ്റാർ എന്നാണ് ശ്രീവിദ്യ. അതുമല്ല, ഞാൻ പിണങ്ങിയ കേട്ടോ. ഞാൻ ജിതിൻ ഈസ് മൈ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ പിണങ്ങി. അതുപോലെ തന്നെ ഹായ് ജിതിൻ ചേട്ടാ ആൻഡ് ശ്രീവിദ്യ ചേച്ചി, പ്രോഗ്രാം ഈസ് വണ്ടർഫുൾ. മൈ നെയിം ഈസ് സായി പൂജ. സായി പൂജ പിന്നെയും മെസ്സേജ്. താങ്ക് യു സോ മച്ച് സായി പൂജ. ആൻഡ് ഐ എം നീതു ഫ്രം കോട്ടയം.
നീതു കോട്ടയം ആൻസർ ഒക്കെ അയക്കുന്നുണ്ട്. ജിത്തിന് എന്റെ ഫാൻ ബേസ് ഒക്കെ കണ്ടു. എനിക്കിങ്ങനെ നിങ്ങളിങ്ങനെ ഫാൻ ബേസ് തുടങ്ങി. ശ്രീവിധിക്ക് മാത്രം കൊടുക്കാതെ. അയ്യോ. ഓക്കെ, ഞാൻ വിയോൺ കുന്നംകുളത്ത് നിന്നാണ്. കുന്നംകുളത്ത് നിന്ന് വിയോൺ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് വിയോൺ. അതാണ്ട് ഇപ്പൊ നമ്മൾ ചോദിച്ചതിന് ഉത്തരം ഇങ്ങനെ ആൻസേഴ്സ് ആയിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട്. നമുക്കത് അടുത്ത കോളറിന്റെ അടുത്ത് ചോദിക്കാം. അതുപോലെ നമ്മുടെ വാട്സാപ്പിനും ആൻസേഴ്സ് വന്നോണ്ടിരിക്കുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൾ ആയതുകൊണ്ട്, അല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയതുകൊണ്ട് നമുക്ക് വെച്ചിരിക്കാം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡിയാണ്. നമുക്ക് ആരാ നോക്കാം. ഹലോ, വെൽക്കം ടു കോഫി പാർട്ട്ണർ. ഇതാരാ സംസാരിക്കുന്നേ? ഇബ്രാഹിം ബദുഷ. ഇബ്രാഹിം എവിടെന്നാ വിളിക്കുന്നേ? പാലക്കാട് നിന്നാണ്. ഭയങ്കരമായിട്ട് കോളേജ് അടുപ്പിച്ച്. എന്ത് ചെയ്യുന്നു? ഞാൻ മൊബൈൽ സർവീസ്. ഓക്കെ, അപ്പൊ എല്ലാം നന്നായിട്ട് പോകുന്നു? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. കുഴപ്പമില്ല, പോകുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ലാർജസ്റ്റ് ലിവിംഗ് ആനിമൽ ഇൻ ദ വേൾഡ്? ബ്ലൂ വെയിലോ? ബ്ലൂ വെയിലാണ് കറക്റ്റ് ആയിട്ടുള്ള കിടിലം. അപ്പൊ പേര് ചെയ്യുന്നുണ്ട്. അപ്പോ ലാസ്റ്റ് വരെ കാണാൻ നമ്മളുടെ എന്താ പറയാ പ്രൈസ് ഒക്കെ സ്വന്തമാക്കാല്ലേ ലാസ്റ്റ് വരെ. അതുപോലെ തന്നെ നമുക്ക് വാട്സാപ്പിൽ കോൾസും വോയിസ് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് കോൾസും വോയിസ് മെസ്സേജും വാട്സാപ്പിൽ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ ടിവിയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ട് വിളിക്കാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങളെ കേട്ടോ. നമുക്ക് വാട്സാപ്പ് മെസ്സേജസ് വായിക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പൊ ഇതിലോട്ട് നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ വോയിസ് ടാഗ് ചെയ്യാൻ പാടില്ല, കോൾസും ചെയ്യാൻ പാടില്ല. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് തന്നെ നിങ്ങൾ കോൾ ചെയ്യണം. ഇതിൽ നമ്മൾ ചോദിച്ച ക്വസ്റ്റിന് ആൻസർ മാത്രം അയക്കാല്ലേ, അടിപൊളിയായിട്ട് ആൻസർ മാത്രം അയക്കുക. അപ്പോ നമ്മൾ എന്താ പറയാ, കൈതപുരം സാർ അഭിനയിച്ച് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു നമ്മൾ സോങ് കണ്ടിട്ട് തിരിച്ചു വരാം. സർവചരാചരം കാണൂ നിൻ മുന്നിൽ തുണ്ടൈ താമരയോളം. സർവചരാചരം കാണൂ നിൻ മുന്നിൽ തുണ്ടൈ താമരയോളം. നിൻ കരങ്ങൾ തൊടുമ്പോൾ മനഭരിതമുണർന്നു പ്രകാശം.
നിൻ കരങ്ങൾ തൊടുമ്പോൾ മനഭരിതമുണർന്നു പ്രകാശം സനി മകനി പാപ്പ ഇനി സസനി ഗഗധാരി സജീരി സനിപമ ഗമരിസ സനിപമ ഗമരിസ మగ సరి ని సరి గ ని గ సరి ని స ధ ని మగ ని స నాదరూపిణి గరి సని ద ని ద మగ మ ద ద ని ని స గరి స ని ద ని సని ద గరి సని ద ని స ని ద మ గ మ మ ద ని నాదరూపిణి శంకరి పాహి మం చుది మధుర. ഹലോ, വെൽക്കം ടു കോഫി പാർട്ട്ണർ. അപ്പോ നമ്മളിപ്പോ കേട്ടത് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന മൂവിയിൽ കൈതപ്പുറം സാർ അഭിനയിച്ച ഒരു സോങ് ആണ്. വളരെ മനോഹരമായ ഒരു സോങ് ആയിരുന്നു അല്ലേ? അപ്പം നമുക്ക് കുറച്ച് വാട്സ്ആപ്പ് മെസ്സേജ് വായിക്കാം. ഇതും നമ്മളെ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആണ്. അപ്പൊ വിനീത ഫ്രം കുന്നംകുളം, അതായത് വിയോൺ, നേരത്തെ മെസ്സേജ് അയച്ച വിയോണിന്റെ ബ്രദർ ആണ്. ശ്രീവിദ്യ ചേച്ചിയുടെ ചിരി ഭയങ്കര അടിപൊളിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ചേട്ടന്റെ ഐസും ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, നമ്മളെ അതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കാട്ടോ. പിന്നെ നിങ്ങൾ ഈ വാട്സാപ്പിൽ നിങ്ങളുടെ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസിന്റെ എന്താ പറയാ നിങ്ങളുടെ ഇതും സജഷൻസ് അറിയിക്കണം. സജഷൻസ് എല്ലാം നമുക്ക് അറിയിക്കാവുന്നതാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസ് ഒക്കെ വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയിന്ന്. സത്യം അല്ലേ? അതുമല്ല നമുക്ക് അതുപോലെ ഒത്തിരി പോക്കിയാൽ നമ്മൾ ചിലപ്പോൾ കസേരയിൽ നിന്ന് എണീറ്റ് പോവല്ലേ. ഫോട്ടോസ് ഒക്കെ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാം. അതെ. പിന്നെ ഷാരിക ഫ്രം കോഴിക്കോട് ഒരു ഹായ് പറയാവെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹായ് ഷാരിക. അപ്പൊ നമ്മൾ നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, കണക്ട് ചെയ്യാം. ഹലോ, വെൽക്കം ടു കോഫി പാർട്ണർ. ഇതാരാ സംസാരിക്കുന്നേ? ഹലോ, ഞാൻ അക്ഷയാണ്. അക്ഷയ്? അക്ഷയ് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഡിപ്ലോമ ചെയ്യാം. ഡിപ്ലോമ ചെയ്യാം. അപ്പൊ അക്ഷയ്ക്ക് ഫേസ്ബുക്ക് ഉണ്ടോ? ഫേസ്ബുക്ക് ഒക്കെ ഉണ്ട്. എത്ര വർഷമായിട്ടുണ്ടോ? ഒരു 4 കൊല്ലമായിട്ടുണ്ട്. ശരി, അപ്പൊ അക്ഷയുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ ആരാ? മാർക്ക് സുക്കർബർഗ്. കൺഗ്രാറ്റുലേഷൻസ്, കറക്റ്റ് ആൻസർ ആണ്. അക്ഷയുടെ പേര് ഞങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാമിന്റെ അവസാനം ആൻസർ പറഞ്ഞില്ല, ഇത്ര പെട്ടെന്ന് ആൻസർ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. നാവിന് തുമ്പത്ത് വന്നിരുന്നേന്ന് തോന്നല്ലേ? ക്വസ്റ്റ്യൻ പറയോ പോലും വേണ്ടി വന്നില്ല. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് അക്ഷയ്. ശ്രുതില ഫ്രം പാലക്കാട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് ശ്രുതിലാൽ. അപ്പം നമുക്ക് എന്താ പറയുക, ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസിനെ കുറിച്ച് അവരെന്താണ് പറയുന്നത്? നമുക്ക് കൂടുതൽ പേരും ഓഫ്ലൈൻ ക്ലാസ് ആണ് നല്ലതെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് കാര്യമായിട്ട് അവരുടെ ഫ്രണ്ട്സിനെയും സ്കൂളിനെയും ആ ഒരു എൻവയോൺമെന്റ് ഓൾമോസ്റ്റ് 1 ഇയർ ആയില്ലേ, പിള്ളേരൊക്കെ വീട്ടിലിരുന്ന് മടുത്ത് കാണും. അതുപോലെ നമുക്ക് സ്കൂളിലൊക്കെ പോയാലല്ലേ നേരിട്ട് നമുക്കൊരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് നേരിട്ട് സംസാരിക്കാം. നമുക്ക് എത്ര പറഞ്ഞാലും ഫോണിൽ കൂടെയും വീഡിയോ കോളിലൂടെ എന്തായാലും ആ ഒരു ഫീൽ കിട്ടില്ല. അതുപോലെ ഈ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ഒരുപാട് ക്ലാസ്സും നമുക്ക് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ അപ്പൊ നമ്മൾ നെക്സ്റ്റ് കോളർ ലൈനിലൂടെ നമുക്ക് ആരാ നോക്കാം. ഹലോ, വെൽക്കം ടു കോഫി പാർട്ണർ. ഇതാരാ സംസാരിക്കുന്നേ? എന്റെ പേര് സുനിൽ എന്നാണ്. ഞാൻ വൈക്കത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ സുനിൽ, എന്ത് ചെയ്യാം? ഞാൻ പോലീസിനാണ്, പോലീസ് കോൺസ്റ്റബിൾ ആണ്. ഓ, പോലീസ് കോൺസ്റ്റബിൾ ആണല്ലേ? അപ്പൊ എന്താണ് സല്യൂട്ട് സല്യൂട്ട്. അതാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യണോ, ഞങ്ങൾ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യണോ? ഞാൻ എളുപ്പമുള്ള ചോദിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ എന്ത് ചെയ്യും? ഓ, മോളുണ്ടോ അടുത്ത്? മോള് പഠിക്കാണോ അതോ കൊച്ചുകുട്ടിയാണോ? 4th പഠിക്കാണല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ ഒരു GK ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ. എന്നിട്ട് ജിത്തിനെ വന്ന് പൊക്കിക്കൊണ്ട് പോയാൽ മതി, ഞാൻ സേഫ് ആയിട്ട് മാറി. അയ്യോ, അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്നു, പിന്നെ ഇങ്ങോട്ട് എടുത്തു വെച്ചു. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാം. ബിഗസ്റ്റ് ഡെസേർട്ട് ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണെന്നാണ് എന്റെ ചോദ്യം. അല്ലല്ലോ. എന്തെങ്കിലും ക്ലൂ വേണമെങ്കിൽ കൊടുക്കാം. ക്ലൂ എന്തെങ്കിലും ഉണ്ടോ? എന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ഞാൻ പറഞ്ഞേ സ്റ്റാർട്ട് ചെയ്യും.
ക്ലൂ എന്ന് പറയാൻ കേട്ടില്ല. ക്ലൂ എസ്സിൽ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ വലിയ ഇസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേൾക്കാൻ പറ്റുന്നില്ല. എസ്സിൽ സ്റ്റാർട്ട് ചെയ്യും. ക്ലൂ സഹാറ. കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻ. നമ്മള് പേര് നോട്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വരെ ഷോ കാണുക. പൊളിക്ക LED ബൾബ് സ്പോൺസർ ചെയ്യുന്ന സമ്മാനമാണ് കേട്ടോ. അപ്പൊ ഷോയുടെ ലാസ്റ്റ് വരെ കാണുക. അപ്പോ നമുക്ക് അറിയാൻ പറ്റും സുനിലിന്. അതെ. അതുപോലെ തന്നെ വാട്സ്ആപ്പ് മെസ്സേജ് നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. വാട്സ്ആപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പർ ടിവിയിൽ കൊടുത്തിട്ടുണ്ട്. 8086011443 ആണ്. അതുപോലെ തന്നെ നമ്മളെ വിളിക്കാനുള്ള നമ്പർ 0471231790 ആണ്. അപ്പം എല്ലാരും ചെറവറ വിളിക്കുക, ചെറവറ മെസ്സേജ് അയക്കുക. അപ്പോ നമുക്ക് എന്താ പറയാ, നമുക്കൊരു ബ്രേക്ക് ആവാല്ലേ. അപ്പൊ നമുക്കൊരു ചിത്ര break ചേച്ചി പാടിയ ഓട്ടോഗ്രാഫ് എന്ന മൂവില് വളരെ എന്താ പറയാ മനോഹരമായിട്ടുള്ള ഒരു സോങ് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. ஒவ்வொரு பூக்களுமே சொல்கிறது வாழ்வென்றால் போராடும் போர்க்களமே. ஒவ்வொரு பூக்களுமே சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே. ஒவ்வொரு விடியலுமே சொல்கிறதே இரவானால் பகலொன்று வந்திடுமே. நம்பிக்கை என்பது வேண்டும் நம் வாழ்வில். லட்சியம் நிச்சயம் வெல்லும் ஒரு நாளில். மனமே ஓ மனமே நீ மாறிவிடு. மலையோ அது பனியோ நீ மோதிவிடு. உள்ளம் என்றும் எப்போதும் உடைந்து போகக்கூடாது. என்ன இந்த வாழ்க்கை என்ற எண்ணம் தோன்றக்கூடாது. எந்த மனிதன் நெஞ்சுக்குள் காயம் இல்லை சொல்லுங்கள். காலப்போக்கில் காயம் எல்லாம் மறைந்து போகும் மாயங்கள். உளி தாங்கும் கற்கள் தானே மண் மீது சிலையாகும். வலி தாங்கும் உள்ளம் தானே நிலையான சுகம் காணும். யாருக்கில்லை போராட்டம், கண்ணில் என்ன நீரோட்டம். ஒரு கனவு கண்டால் அதை தினம் முயன்றால் ஒரு நாளில் நிஜமாகும். மனமே ஓ மனமே நீ மாறிவிடு. மலையோ அது பனியோ நீ மோதிவிடு. ஒவ்வொரு பூக்களுமே சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே. வாழ்க்கை கவிதை வாசிப்போம், வானம் அளவு யோசிப்போம். முயற்சி என்ற ஒன்றை மட்டும் மூச்சு போல சுவாசிப்போம். லட்சம் கனவு கண்ணோடு, லட்சியங்கள் நெஞ்சோடு. உன்னை வெல்ல யாரும் இல்லை, உறுதியோடு போராடு. மனிதா உன் மனதை கீறி இதை போடு மரமாகும். அவமானம் படுதோல்வி எல்லாமே உணவாகும். தோல்வி இன்று வரலாறா, துக்கம் என்ன என் தோழா. ஒரு முடிவிருந்தால் அது தெளிவிருந்தால் அந்த வானம் வசமாகும்.
മനമേ ഓ മനമേ നീ മാറിവിട് മലയോ അത് കണ്ണോ നീ മോതിവിട് ஒவ்வொரு பூக்களுமே சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே ஒவ்வொரு விடியலுமே சொல்கிறதே இரவானால் பகலொன்று வந்திடுமே நம்பிக்கை என்பது வேண்டும் நம் வாழ்வில் லட்சியம் நிச்சயம் வெல்லும் ஒரு நாளில் மனமே ஓ மனமே நீ மாறிவிடு மலையோ அது பனியோ நீ மோதிவிடு. വെൽക്കം ബാക്ക് ടു കോഫി പാർട്ട്ണർ. അപ്പൊ നമ്മൾ ഓട്ടോഗ്രാഫ് എന്ന മൂവിയിൽ ചിത്ര ചേച്ചി പാടിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് ആണ് കണ്ടത്. ഇതിന് ചിത്ര ചേച്ചിക്ക് നാഷണൽ അവാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് കോളർ റെഡിയാണ്, നമുക്ക് ആരാ നോക്കാം. ഹലോ, വെൽക്കം ടു കോഫി പാർട്ട്ണർ. ഇത് ആരാ സംസാരിക്കുന്നേ? ശാരിക, ഷാരിക. എവിടുന്നാ വിളിക്കുന്നേ? കോഴിക്കോട്. കോഴിക്കോട് നിന്ന് ഷാരിക. ഓക്കെ, ഷാരിക എന്ത് ചെയ്യുന്നു? പഠിക്കാണ്. പഠിക്കാണ്ട്. ഏത് ക്ലാസ്സിലാ? 10th. 10th അല്ലേ? അപ്പൊ നമ്മുടെ ഒരു ഇഷ്യൂ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് ഓൺലൈൻ ക്ലാസ് ആണോ ഓഫ്ലൈൻ ക്ലാസ് ആണോ, ഏതാണ് ഏറ്റവും കൂടുതൽ താല്പര്യം, ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാ? അത് ഓഫ്ലൈൻ തന്നെ. ഓഫ്ലൈൻ. ഓഫ് കോഴ്സ് നമുക്ക് കൂടുതൽ ആൻസേഴ്സ് വന്നിട്ടുള്ള എങ്ങനെയാണ് ഓഫ്ലൈൻ ക്ലാസ്? അതാണ്. പക്ഷെ ഇത് ജെന്യൂൻ ആയിട്ട് ആൻസർ പറയുന്നുണ്ടല്ലേ ഷാരിക? ചിലവര് പറയും നമുക്ക് ഓൺലൈൻ ക്ലാസ് മടി പിടിച്ചിട്ടൊക്കെ. ചെയ്യാലോ. അതെ, ശരിയാ. അപ്പോ എന്താ ഷാരിക, അപ്പൊ എങ്ങനത്തെ ക്വസ്റ്റ്യൻ വേണം? GK വേണോ, കുസൃതി ചോദ്യം വേണോ? കുസൃതി ചോദ്യം മതി. മതി, മതിയോ? കുസൃതി ചോദ്യം. ശരി, ഓക്കെ. അതായത് വേണ്ട, അത് വേണ്ട, അത് ഭയങ്കര ഇതായിട്ടുള്ള ശാരീരിക നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. ശരി. പറയുമ്പോൾ നിറമുള്ളതും എന്നാൽ കാണുമ്പോൾ നിറം ഇല്ലാത്തതുമായത് എന്താ? വെള്ളം. ഇത്ര ഈസി ആയിട്ട് പറഞ്ഞു. ഇത് പറ്റൂല, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കണം. ഇതിന് ഞങ്ങൾ GK ക്വസ്റ്റ്യൻ ചോദിക്കായിരുന്നു. ഷാരിക, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ ഷാരികയുടെ ആൻസർ പറഞ്ഞ് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മള് ലോട്ടിൽ ഇട്ടിട്ടുണ്ട്. പ്രോഗ്രാമിന്റെ അവസാനം വരെ കാണാം കേട്ടോ. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തു വെച്ചിട്ട് മാറ്റി കുസൃതി ചോദ്യത്തിലോട്ട് വന്നതാണ്. അതെ, ഞാനൊരു ക്വസ്റ്റ്യൻ റെഡി ആക്കി ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. ഞാൻ അടുത്ത ചാൻസ് എന്തായാലും ഞാൻ ഒരു കുറച്ച് മെസ്സേജ് വായിക്കാം. സൂര്യൻ ആൻഡ് ആര്യൻ ഒരു ഹായ് പറയാമോ? ഹലോ സൂര്യൻ ആൻഡ് ആര്യൻ. അതുപോലെ ചേട്ടനും ചേച്ചിയും പൊളിയാണെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ കുറെ പേര് വിളിക്കുന്നുണ്ട്, നമ്മൾ പറഞ്ഞു വിളിച്ചാൽ നമ്മളെ കിട്ടത്തില്ല. നമ്മൾ വാട്സപ്പിൽ നിങ്ങൾ എഗെയിൻ ഞങ്ങൾ പറയാണ്, നിങ്ങൾ വാട്സപ്പിൽ ഞങ്ങൾ ചോദിച്ച ക്വസ്റ്റിന് നിങ്ങൾ നല്ല രീതിയിൽ ആൻസർ ചെയ്യാം. നിങ്ങളുടെ തോട്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിഫറൻസസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് ഇതൊക്കെ നമുക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യാം, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ വാട്സപ്പ് കോൾ ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ വോയിസ് ടാഗിങ് ചെയ്യാൻ പാടില്ല. സ്ക്രീനിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് മാത്രമേ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ വിനീത, നമുക്ക് നേരത്തെ മെസ്സേജ് അയച്ച വിനീത, അമ്മയ്ക്കും അച്ഛനും ഒരു ഹായ് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് അങ്കിളിനും ആന്റിക്കും ഹലോ ഹായ്. അപ്പൊ അശ്വതി ചേച്ചി ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അശ്വതി ചേച്ചി ഇന്നില്ല കേട്ടോ. ഇന്ന് ജിതിൻ ചേട്ടൻ ആൻഡ് ശ്രീവിദ്യ ചേച്ചിയാണ് കോളർ റെഡിയാണ്, നമുക്ക് ആരാ നോക്കാം. ഹലോ, വെൽക്കം ടു കോഫി പാർട്ട്ണർ. ഇതാരാ സംസാരിക്കുന്നേ? ഹലോ, എന്റെ പേര് ഷെരീഫ്, കൊല്ലം ഓയൂരുന്നു. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണല്ലോ. എന്ത് ചെയ്യാ ഷെരീഫ്? ഞാനിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. അല്ലേ? ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. ഇന്നലെ ഞാൻ ഫെയിലായി പോയി. സന്തോഷമായില്ലേ ഷെരീഫിന്? പിന്നെ അല്ലാണ്ട് ആ എനർജിയാണ് നമുക്ക് ഷെരീഫിന്റെ സൈഡിൽ നിന്ന് ആ കോൾ വന്നപ്പോ തന്നെ കിട്ടിയത് അല്ലേ? ഷെരീഫിന് എന്ത് പറഞ്ഞോളൂ ഷെരീഫ്. എങ്ങനെ കേട്ടില്ല? ഇല്ല, ഷെരീഫിന് എന്ത് തോന്നുന്നു? ഇപ്പൊ നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ മാറ്റി പതുക്കെ ഓഫ്ലൈൻ ക്ലാസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഷെരീഫിന് എന്താ തോന്നുന്നത്? ഞാന് ഒരു സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയല്ല. അല്ല, പക്ഷെ എന്നാലും ഷെരീഫിന്റെ അഭിപ്രായം ഷെയർ ചെയ്യാം. ജസ്റ്റ് ജനറൽ ആയിട്ട് ചോദിക്കാണ്, അത്രേ ഉള്ളൂ. ഓൺലൈൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണം എന്നാണോ, അതല്ല ഓഫ്ലൈൻ ക്ലാസ് മതിയോ? അല്ല, അത് കണ്ടിന്യൂ പാടില്ല. അത് നോർമൽ പഴയ രീതിയിലാവണമല്ല. എല്ലാവരുടെ അഭിപ്രായം അത് തന്നെയാണല്ലേ? പഴയ രീതിയിലാവണം. നമ്മളെ കേരളം പഴയ രീതിയിലാവണം. കേരളമല്ല, നമ്മളെ രാജ്യം മൊത്തം. നമുക്ക് അതിനു വേണ്ടിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ ഒരു സിനിമയിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കട്ടെ? ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം. ഞാനൊരു ഡയലോഗ് പറയാം, അത് ഏത് ഫിലിമിലുള്ളതാണെന്ന് പറയണം. ഷമ്മി ഹീറോ ആടാ, ഹീറോ.
ഷമ്മി ഹീറോ ആടാ ഹീറോ. ഷമ്മിയാ? ആ ഷമ്മി ഹീറോ ആടാ ഹീറോ. ഇത് വളരെ ഫേമസ് ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടർ ആണത്, നമ്മുടെ സൈക്കോ ഷമ്മി. ഷമ്മി ഹീറോ? അതെ. ഷെരീഫിനെ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. നമുക്കപ്പൊ ജിത്തിനെ കൊണ്ട് തന്നെ ആൻസർ പറയിപ്പിക്കണം. എങ്ങനെയാ ഷെരീഫ്? അടുത്ത കോളറിന്റെ അടുത്ത് ചോദിക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പറയാമോ? ഒരു ചാൻസും കൂടെ തരാം. ഒന്നുകൂടെ പ്ലീസ്. ഷമ്മി ഹീറോ ആടാ ഹീറോ. ഇനി ജിത്തിൻ ടെൻഷൻ ആവും. ഇനി ഒരു തവണയും കൂടെ ചോദിച്ചാൽ ജിത്തിൻ ഇവിടെ ടെൻഷൻ ആവും. അയ്യോ ഇത് കിട്ടിയില്ല, ഷെരീഫിന് കിട്ടിയില്ലെന്നാ തോന്നുന്നു. അപ്പൊ ഷോ കണ്ടുകൊണ്ടിരിക്കുക ആൻസർ വരുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ഷെരീഫ്. അപ്പൊ നമുക്ക് വാട്സ്ആപ്പ് മെസ്സേജസ് വായിക്കാം. നമുക്ക് നേരത്തെ നമ്മള് ചോദിച്ച ചോദ്യത്തിനൊക്കെ ആൻസർ കുറെ പേരിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു വിന്നറെ ഇവിടെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ആരാണോ ഇതിന്റെ ഈ ക്വസ്റ്റിന്റെ ആൻസർ ചെയ്യുന്നത് ആ ഒരു പ്രോപ്പർ ഫോർമാറ്റിൽ അവരായിരിക്കും ഇതിന്റെ വാട്സ്ആപ്പിന്റെ എന്താ പറയാ ഇന്നത്തെ വിന്നർ അല്ലേ, വിന്നർ ഓഫ് ദ ഡേ എന്ന് പറയുന്നത് അവരായിരിക്കും. ഷീജ ഫ്രം കാലിക്കട്ട് വാട്സ്ആപ്പ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദ ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ഏതാണ്? ഇതാണ് നമുക്ക് വാട്സ്ആപ്പ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഈ ഹാപ്പിയസ്റ്റ് കൺട്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ എന്താ പറയാ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ അല്ലേ. നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. അതാണ് നല്ല സ്മൈലിംഗ് ഫേസ് ഒക്കെ. ഈ ഒരു ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് അങ്ങനത്തെ ഒരു മാർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഹാപ്പിനെസ്സിന്. നമ്മുടെ ശ്രീവിദ്യയെ കണ്ടില്ലേ? ശ്രീവിദ്യയുടെ ഫേസ് എപ്പോഴും ഇങ്ങനെ സ്മൈലിംഗ് ആണ്. നല്ല സ്മൈലാണെന്ന് വരെ നേരത്തെ എടുത്ത് പറയും. നല്ല സ്മൈലിംഗ് ഫേസ് അല്ലേ ശ്രീവിദ്യയുടെ? വേണ്ടായിരുന്നു, ഞാൻ പൊങ്ങി 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 അതുവരെ പോയി ഇടിച്ചു തറ വീണു. പിന്നെ സൂപ്പർ പ്രോഗ്രാം സഫ സ്ഥലം പറഞ്ഞിട്ടില്ല, സഫ എന്ന് പറഞ്ഞ കുട്ടി സൂപ്പർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ജിത്തിൻ ഹാപ്പിനെസ്സിന് വേണ്ടി എന്താണ് ചെയ്യാറുള്ളത്? ഈ ഒരു സ്മൈലി ബോൾ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ ജിത്തിൻ? ജനറൽ ആയിട്ട് ഞാൻ ഹാപ്പി ആവാൻ വേണ്ടി ഞാൻ കൂടുതൽ സമയം മ്യൂസിക് കേൾക്കാറുണ്ട്. നല്ല ഹാപ്പി മൂഡുള്ള മ്യൂസിക് ഒക്കെ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്താ എനിക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചുമ്മാ എന്തെങ്കിലും ഡാൻസ് കളിക്കും, പാട്ടൊക്കെ കേട്ടിട്ട്. അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കുന്ന കാര്യം. അല്ലെങ്കിൽ യാത്ര കേൾക്കുന്ന പോലെ മൂഡ് മാറ്റാൻ പറ്റുന്ന വേറെ ഒന്നുമില്ല. നമ്മളൊന്ന് സാഡ് ആയിട്ടിരുന്നാലും നമ്മൾ എന്താ പറയാ നമുക്ക് കുറച്ച് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നമ്മൾ നല്ല ഒരു പോപ്പ് സോങ് ഇട്ട് അങ്ങോട്ട് ഡാൻസ് ഒക്കെ കളിച്ച് കഴിയുമ്പോൾ മ്യൂസിക് തെറാപ്പി വരെ ഉണ്ടല്ലേ? മ്യൂസിക് തെറാപ്പി വരെ ഉണ്ട്. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് മ്യൂസിക്കിനായാലും ഹാപ്പിനെസ്സിനായാലും ഉള്ളത്. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു ദിവസത്തിൽ എന്തൊക്കെ പറ്റും നിങ്ങൾ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും വർക്ക് കാണും, നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആവാം, ഒരുപാട് കാര്യങ്ങൾ കാണും. പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്ന ഒന്നോ രണ്ടോ കാര്യം കാണും. അതിപ്പോ എന്താണെങ്കിലും അത് ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ ശ്രമിക്കണം. അതിപ്പോ നിങ്ങൾക്ക് ജിമ്മിൽ പോകുന്നതാവാം, ഡാൻസ് കളിക്കുന്നതാവാം, അല്ലെങ്കിൽ പാട്ട് പാടുന്നതാവാം, യാത്ര ചെയ്യുന്നതാവാം. യാത്ര ചെയ്യാറുള്ള കൂട്ടത്തിലൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് കോളറിനോട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. റെഡിയാണ്? നമുക്ക് ആൻസർ പറയാത്ത ചോദ്യം ചോദിക്കാം. അതെ. ഹലോ, വെൽക്കം ടു കോഫി പാർട്ണർ. ഇതാരാ സംസാരിക്കുന്നേ? ആരാണ്? ലിയോൺ. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്. വിയോൺ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഹലോ വിയോൺ, ഹാപ്പി ആയോ കോളി കണക്ട് ആയപ്പോ? പിന്നല്ലാണ്ട് ആ വോയിസിലുണ്ട് ഹാപ്പിനെസ്. ആ വോയിസിൽ ഞങ്ങൾക്ക് അറിയാം, ഫീൽ ചെയ്യാം ഹാപ്പിനെസ്. വിയോൺ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ഒന്നില് പഠിക്കാല്ലേ? അയ്യോ. അപ്പം വിയോൺ എന്ത് വേണം? കുസൃതി ചോദ്യം വേണോ അതോ എന്ത് വേണം? കുസൃതി ചോദ്യം മതിയല്ലേ? അയ്യോ, അപ്പൊ ശ്രീവിദ്യ ചേച്ചിക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാം. കുസൃതി ചോദ്യം നൈസായിട്ട് സ്കൂട്ടായല്ലേ? സ്കൂട്ടായി. ശരി. അപ്പോ എന്താ ഓക്കെ, ഒരേ സമയം നമ്മോട് പോകാനും വരാനും പറയുന്ന ഒരു ഇന്ത്യൻ നഗരം ഏതാ? ഇത് കുസൃതി ചോദ്യമാണ്, എനിക്ക് അറിയോന്ന് അറിയത്തില്ല. വ്യൂന്ന് ഒരേ സമയം നമ്മോട് പോവാനും വരാനും പറയും ഒരു ഇന്ത്യൻ നഗരം ഏതാ? ഒരുപാട് ബീച്ച് ഉണ്ട്. ഒരുപാട് ബീച്ച് ഉണ്ട്. നമ്മൾ ഒരുപാട് മൂവീസില് പാട്ടില് സ്പെഷ്യലി അവര് കാണിക്കുന്ന ഒരു പ്ലേസ് ആണ്. ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ വരുന്നത്. ഇന്ത്യയില് യങ്സ്റ്റേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഗോവ. അടിപൊളി അടിപൊളി. ഇതാരാ പറഞ്ഞത്? കൺഗ്രാറ്റ്സ്. നമുക്ക് വാട്സാപ്പിനകത്ത് ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് മോനെ. അപ്പോ നമുക്ക് നല്ലൊരു സോങ് നമുക്ക് നല്ലൊരു പാട്ട്, നല്ലൊരു സോങ് ആണ്.
സ്വരകന്യകമാ വീണമീട്ടുകയായി കുളിരോളങ്ങൾ പകർന്നാടുകയായി തങ്കരഥമേറി വന്നു പൂന്തിങ്കൾ പെൺമണിയായി സുഹൃതമണിയിലാരോ പാടും ആശംസാമംഗളമായി സ്വരകന്യകമാ വീണമീട്ടുകയായി കുളിരോളങ്ങൾ പകർന്നാടുകയായി തങ്കരഥമേറി വന്നു പൂന്തിങ്കൾ പെൺമണിയായി സുഹൃതമണിയിലാരോ പാടും ആശംസാമംഗളമായി സ്വരകന്യകമാർ വീണമീട്ടുകയായി കുളിരോളങ്ങൾ പകർന്നാടുകയായി കടലിന്നുമക്കരെ അറിയാമറയിൽ ഉള്ളാമ്പുഴയൂറുവതാരോ കടലിന്നുമക്കരെ അറിയാമറയിൽ ഉള്ളാമ്പുഴയൂറുവതാരോ എന്റെ ഉള്ളിലാസ്വരങ്ങൾ ശ്രുതി ചേരുമ്പോൾ മപനി സദാരി എന്റെ ഉള്ളിലാസ്വരങ്ങൾ ശ്രുതി ചേരുമ്പോൾ നിന്നെ മൃദുപല്ലവി പാളിയതൻ ഹൃദയഗീതമാകവേ ഓർമ്മകൾ വീണലിഞ്ഞ വിലഹഗാനമാകവേ സാധനമായി വന്നൊരീ സൗവർണ്ണവേളയിൽ സ്വരകന്യകമാർ വീണമീട്ടുകയായി കുളിരോളങ്ങൾ പകർന്നാടുകയായി തീരം കവിഞ്ഞൊഴുകുമ്പോൾ പോലും ഈ പുഴയുടെ ഉള്ളം നിന്നെ തീങ്ങുന്നതിന്റെ സ്വരകണങ്ങൾ കൊണ്ടണിഞ്ഞു പെയ്യുമ്പോൾ മോഹകാർമകിലിന്നുൾക്കുടിൽ കടലതാകമെന്തേ ഓടിവരും തിന്നലിൽ വിരഹഗാനമെന്തേ ഉണരാത്തതെന്തേ വാസന്തദൂതികെ സ്വരകന്യകമാം വീണമീട്ടുകയായി കുളിരോളങ്ങൾ പകർന്നാടുകയായി തങ്കരഥമേറി വന്നു പൂന്തിങ്കൾ പെൺമണിയായി സുഹൃതമണിയിലാരോ പാടും ഹലോ, വെൽക്കം ബാക്ക് ടു കോഫി പാർട്ട്ണർ. നമ്മള് നല്ലൊരു പാട്ട് കേട്ടല്ലേ? അപ്പം ഇനി എനിക്ക് പറയാനുള്ള വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാട്സാപ്പിനകത്തുള്ള നമ്മുടെ ക്വസ്റ്റ്യന്റെ വിജയ് നമ്മള് അതാണ്, സെലക്ട് ready ചെയ്ത് ആണ്. വെച്ചിട്ട് നമ്മുടെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം ആ കോളർ ആരാണെന്ന് നമുക്ക് നോക്കിയാലോ? അതെ, നോക്കാലോ. നോക്കാം. ഹലോ 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 പേര് പറഞ്ഞോളൂ. അഭ്യാഷാജി. വാട്സ്ആപ്പ് എന്താ പറയുക, നമ്മുടെ വാട്സ്ആപ്പ് ക്വസ്റ്റ്യൻ, നമ്മുടെ വാട്സ്ആപ്പ് കോളറുടെ ഇതാണ് ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞത് അഭ്യാഷാജി ആണ്. കൺഗ്രാറ്റുലേഷൻസ് അഭ്യ. ഓക്കെ, അപ്പം ഹാപ്പി ആയോ? പോളിക്യാബ് LED ബൾബ് സ്പോൺസർ ചെയ്യുന്ന കിഡിലും ഗിഫ്റ്റ് ആണ് അഭയ്ക്ക് കിട്ടാൻ പോകുന്നത്. ഹാപ്പി അല്ലേ? ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് ആയിട്ട് ജിത്തിൻ ആൻസർ ചെയ്ത ആളാണ്. അതെ അതെ, ഫസ്റ്റ് ആയിട്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഞാൻ പറയാം. വിച്ച് ഈസ് ദ ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്നായിരുന്നു ഞാൻ കൊണ്ടുവന്ന ക്വസ്റ്റ്യൻ ആണ്. അതെ, ക്രെഡിറ്റ് ആൻസർ നമുക്ക് അഭ്യയിൽ നിന്ന് തന്നെ കേൾക്കാമല്ലേ? ആൻസർ പറഞ്ഞ ക്രെഡിറ്റ് അഭയ്ക്ക് നമ്മൾ നൽകുന്നു. അഭ്യ തന്നെ ആൻസർ പറഞ്ഞോളൂ.
ഫിൻലാൻഡ്. അടിപൊളി അടിപൊളി. ഇതാരാ പറഞ്ഞു തന്നെ? ഇത് അറിയായിരുന്നോ അബയ്ക്ക്? അമ്മ എനിക്ക് പറഞ്ഞു അമ്മ അപ്പൊ പറഞ്ഞു എന്റെ തന്നല്ലേ? ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. എനിക്ക് എവിടെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പ്ലേസ് ആണ്, ഈ ഒരു ഡെസ്റ്റിനേഷൻ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ചോദിച്ചായിരുന്നു യാത്ര ചെയ്യാൻ അതാണ്. ഇഷ്ടമുള്ള താങ്ക് യു സോ മച്ച് കൂട്ടത്തിലാണ്. ഫോർ കോളിംഗ് അപ്പു. അതാണ് അപ്പൊ അഗൈൻ കൺഗ്രാറ്റുലേഷൻ ആൻഡ് താങ്ക് യു. കൺഗ്രാറ്റ്സ്. പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് എന്താ ഇനി എന്താ നമ്മളെ വാട്സ്ആപ്പ് വാട്സ്ആപ്പ് മെസ്സേജ് കുറച്ച് വായിക്കാം. നമുക്ക് കുറച്ച് വായിക്കാം. സ്നിഗ്ധ ഫ്രം വർക്കല, വർക്കലയിൽ നിന്ന് സ്നിഗ്ധ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൗതം ഫ്രം ട്രിവാൻഡ്രം നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർക്ക് രണ്ടുപേർക്ക് ഒരു ബിഗ് ഹായ്. പിന്നെ അനുഷ്ക നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ ആരാ, അമൽ ഫ്രം പിന്നെയും യുഎസിൽ നിന്ന്. കണ്ടോ, അങ്ങ് അമേരിക്കയിൽ നിന്ന് വരെ നമ്മുടെ ഷോ ഒക്കെ കണ്ടിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിട്ട് മെസ്സേജ് ഒക്കെ അയക്കുകയാണ്. ഷോ ഒക്കെ അടിപൊളിയാണെന്ന് നമ്മുടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ഷോ കണ്ട് പ്രോത്സാഹിപ്പിച്ചത്. നമ്മുടെ പ്രേക്ഷകരാണ് നമ്മുടെ വിജയം. അതെ അതെ. അപ്പൊ നമുക്ക് ഇനി ലോട്ട് എടുക്കാം അല്ലേ? ലോട്ട് എടുക്കാം. ഇതില് കടമ്പയിലേക്ക് നമുക്ക് കടക്കാം. ആരൊക്കെയാണ് നമുക്ക് വേണ്ട, നമുക്ക് ജിത്തിനെ കൊണ്ടെടുക്കാം. ഒരു 3 എടുത്തേ. ആരൊക്കെയാണ് നമ്മുടെ വിന്നേഴ്സ് എന്ന് നമുക്ക് ഇപ്പൊ അറിയാം. അതാണ്. അപ്പം നന്നായിട്ട് ഒന്ന് ഷഫിൾ ചെയ്യാ, നമ്മൾ എടുക്കുക, അത്രേ ഉള്ളൂ. വെയിറ്റിംഗ് എല്ലാരും വെയിറ്റിംഗ് ആട്ടോ ആരാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ വിന്നർ ഷാരിക. ഓക്കെ. അടുത്ത ഞാൻ 2 എണ്ണം കൂടെ എടുക്കാം. ഇതിന്റെ നമുക്ക് ശ്രീവിദ്യയെ കൊണ്ട് എടുപ്പിക്കാം കേട്ടോ. എന്നെ എടുപ്പിച്ചിട്ട് വിയോൺ കൺഗ്രാറ്റ്സ്. ഓക്കെ, വീണ്ടും അടുത്തതായിട്ട് നമ്മുടെ വിന്നർ ഇബ്രാഹിം കൺഗ്രാറ്റ്സ് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത സമ്മാനം കിട്ടിയ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ശ്രീവിദ്യയെ കൊണ്ട് എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. വേണ്ട എന്ന് പറഞ്ഞാലും വിടൂല. ഓക്കെ, അക്ഷയ് കൺഗ്രാറ്റ്സ്. ഇനി ഒരെണ്ണം കൂടെ ഉള്ളല്ലേ ലാസ്റ്റ് ആയിട്ടാ. മീനാക്ഷി കൺഗ്രാറ്റ്സ്. അപ്പം ഈ സമ്മാനം കിട്ടിയവർക്ക് എല്ലാവർക്കും പോളിക്യാബ് LED ബൾബ് സ്പോൺസർ ചെയ്യുന്ന സമ്മാനമാണ് കിട്ടിയിരിക്കുന്നത്. ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ കൺഗ്രാറ്റ്സ് വൺസ് അഗൈൻ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ആൻഡ് എന്താ പറയാ, ഒരു 1 hour കിടിലം സെക്ഷൻ ആയിരുന്നില്ല. കുറെ പേരെ നമ്മൾ വിളിച്ചു. ചിത്ര ചേച്ചിയുടെ മിസ് ബി സാറിന്റെ ഒക്കെ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ടു. അതെ, ഇന്ന് എല്ലാരും ഹാപ്പി ആയെന്നാ തോന്നുന്നല്ലേ? കോഫി ബ്രേക്ക് ഒക്കെ കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. ഇപ്പൊ നമുക്ക് 6 മണിയായി. നമുക്ക് ഷോ ഒക്കെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി കഴിഞ്ഞു. വിളിച്ച എല്ലാ കോളേഴ്സിനും ഒരുപാട് നന്ദി. ഇനിയും വിളിക്കാം, ഇനിയും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു 1 hour സെക്ഷൻ ആയിരുന്നു നമ്മളിപ്പോ കഴിഞ്ഞത്. അപ്പോ ശ്രീവിദ്യ സൈനിങ് ഓഫ്, ജിതിൻ എലൂക്ക് സൈനിങ് ഓഫ്. ബൈ.